ചേട്ടാ ചേട്ടാ എല്ലാവർക്കും നമസ്കാരം. ബാലചന്ദ്ര മേനോൻ എന്ന ബഹുമുഖ പ്രതിഭയെ ഒരു 2-2.5 മിനിറ്റ് AVയിൽ ഒതുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു കാലഘട്ടത്തിൻ്റെ ജനപ്രിയ സിനിമയുടെ സമവാക്യങ്ങൾ നിർണയിച്ചിരുന്ന ആളായിരുന്നു ശ്രീ ബാലചന്ദ്ര മേനോൻ. ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രേമഗീതങ്ങൾ, താരാട്ട്, കേൾക്കാത്ത ശബ്ദം, മണിയൻപിള്ള അഥവാ മണിയൻപിള്ള, ചിരിയോ ചിരി തുടങ്ങിയ സിനിമകൾ ആവേശപൂർവം വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത കാലമായിരുന്നു. 1, 2 അല്ല, 3, 4, 5 തവണ. കേൾക്കാത്ത ശബ്ദം എന്ന സിനിമയിലെ ഇന്ന് ഞാൻ രാവിലെ ലാൽ സാറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ ഒരു ഗാനരംഗമുണ്ട്. ലാൽ സാറും അംബിക മാഡവും തമ്മിലുള്ള ഒരു വലിയ ഷട്ടിൽ കോക്കിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹം ചാടുന്നുണ്ട്. വളരെ ഉയരമുള്ള ഒരു ഷട്ടിൽ കോക്കിൻ്റെ മുകളിൽ നിന്നും. ബാലചന്ദ്ര മേനോൻ സാറിനെ കണ്ട് സിനിമയോട് സ്നേഹം തോന്നിയ തലമുറയിൽപ്പെടുന്ന ആളാണ് ഞാൻ. സാറുമായിട്ട് ഏറെക്കാലത്തെ സൗഹൃദമുണ്ട്. ഈ സിനിമയിൽ അതിപ്രധാനമായ, ഒരുപക്ഷെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്ന തരത്തിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന KN വർഗീസ് എന്ന കേരള മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുന്നത് ബാലചന്ദ്ര മേനോൻ സാറാണ്. സാറിനോടൊപ്പം ചിലവിട്ട 50 ദിവസങ്ങൾ എനിക്ക് മാത്രമല്ല, കൂടെ അഭിനയിച്ചവർക്ക്, സാങ്കേതിക പ്രവർത്തകർക്ക് എല്ലാം മറക്കാനാവാത്ത ദിനങ്ങളായിരുന്നു. ദൗർഭാഗ്യവശാൽ സാറിന് നമ്മളോടൊപ്പം ഉണ്ടാവാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അല്പം മോശമാണ്. പക്ഷെ അദ്ദേഹം റിക്കവർ ചെയ്ത് വരികയാണ്. ഞാൻ അദ്ദേഹമായിട്ട് രാവിലെ സംസാരിച്ചിരുന്നു. അപ്പോൾ ശ്രീ ഗോകുലം മൂവീസും RD ഇലുമിനേഷനും ചേർന്ന് അദ്ദേഹത്തിന് ഒരു ഉപഹാരം കൊടുക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉപഹാരം നൽകുന്നതിനായി ഞാൻ ബഹുമാനപ്പെട്ട ലാൽ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം ഗോപാലേട്ടൻ, നിവിൻ പോളി, ഷറഫുദ്ദീൻ, രാജു ചേട്ടൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, CB സാർ എല്ലാവരും ഒന്ന് വന്നാൽ. മണിയൻപിള്ള രാജു എന്ന പേര് കിട്ടിയത് മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന സിനിമയിലൂടെയാണ്. അപ്പോൾ ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ ഉപഹാരം ഏറ്റുവാങ്ങാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളത് രാജു ചേട്ടനാണ്. രാജു ചേട്ടൻ അത് ഏറ്റുവാങ്ങും. ഇത് ഭയങ്കര വെയിറ്റുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് താങ്ക് യു. നിങ്ങളെ സമ്മാനിച്ച ശ്രീ നിഷാന്ത് സാഗർ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വില്ലൻ കഥാപാത്രങ്ങളിലൂടെയും ക്യാരക്ടർ റോളുകളിലൂടെയും തന്റെ അഭിനയം കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തിയ ശ്രീ വിഷ്ണു അഗസ്ത്യ, വേറിട്ട ശൈലി കൊണ്ടും കഥാപാത്രങ്ങളിലെ വൈവിധ്യം കൊണ്ടും മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയ വൈശാഖ് ശങ്കർ,
മൂന്നുപേരെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഈ ഒരു കഥാപാത്രം, ഈ സിനിമയിൽ ഈ ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാടൊന്നും പറയാനില്ല. സാറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ഈ സിനിമയിൽ. ഉറപ്പായിട്ടും നമ്മൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളുണ്ടോ അതുപോലെ തന്നെ ഈ സിനിമ മനുഷ്യരെ ഏറ്റെടുക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ. താങ്ക് യു സർ, ആൻഡ് താങ്ക് യു ദിസ് ടീം. ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ കൂടെ എൻ്റെ സെക്കൻഡ് ഫിലിമാണിത്. ഫസ്റ്റ് ഫിലിം ക്രിസ്റ്റഫർ ആയിരുന്നു. അതിൽ മമ്മൂക്കടൊപ്പം ഒരു സീൻ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ലാലേട്ടനോടെ കാണാൻ പറ്റി. വെരി ഹാപ്പി ആയിരുന്നു. താങ്ക്സ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് വീണ്ടപ്പുറത്തിൽ അഭിനയിക്കുന്നത്. മോഹൻചേട്ടൻ വിളിച്ചു, ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ട്, അതിലൊരു വേഷം ചെയ്യണം. വളരെ സന്തോഷം തോന്നി. ഞാൻ ഉണ്ണിയേട്ടനൊരു സ്വിച്ചെല്ലാം പറഞ്ഞു, കഥ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചു. കാരണം ഞാൻ അങ്ങനെ ഒരു വേഷം ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ചെയ്താൽ ചെയ്യും. ആ ഒരു മറുപടിയാണ് ആ വേഷം എനിക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം തന്നത്. ഓരോ ദിവസവും സീനെടുക്കുമ്പോൾ ഉണ്ണിയേട്ടനോട് മാത്രമല്ല, കൂടുതൽ അസോസിയേറ്റും അസിസ്റ്റൻസും മറ്റു ഹെൽപ്പ് ചെയ്താലും എല്ലാവരും ഉണ്ടാവും. എല്ലാവരോടും ഞാൻ വലിയ ഓക്കെയാണ്, ഓക്കെ ഉണ്ണിയേട്ടനൊക്കെ എല്ലാവരും പറയും ഓക്കെയാണ്. അപ്പോൾ എനിക്ക് ഓരോ ഫോട്ടോ എടുക്കുമ്പോഴേക്കും ഭയങ്കര പേടിയായിരുന്നു, ഇത് ശരിയാവോ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും തെറ്റിയാൽ നമ്മൾ ആ മോണിറ്ററിൻ്റെ മുമ്പ് നിന്ന് എഴുന്നേറ്റ് നമ്മുടെ അടുത്ത് വന്നിട്ട് മൈക്ക് കൂടി പറയാതെ അടുത്ത് വന്നിട്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ ഒന്നും കൂടി ചെയ്തേക്കാം, ആക്കിയേക്കാം എന്നൊക്കെ പറയാൻ നേരത്ത് ഞാൻ അപ്പം തന്നെ ഇങ്ങനെയാണോ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് മതി. അങ്ങനെ ഭയങ്കര ഭയങ്കര ത്രില്ലിലാണ് ഞാൻ ഈ വേഷം ഷൂട്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു വേഷമാണ്, പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേഷമാണ്. സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും, ചെറിയ വേഷം ചെയ്തവർക്ക് പോലും വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. എന്നാൽ ഇത്രയും നല്ലൊരു വേഷം എനിക്ക് കിട്ടിയതിൽ ഞാൻ സർവേശ്വരനോടും മാത്രമല്ല ഉണ്ണിയേട്ടനോടും ബാക്കി എൻ്റെ പിന്നിൽ ഗോകുൽ സാറിനോടും ഒക്കെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഈ പടം ഒരു വൻ വിജയമാക്കേണ്ടത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ എല്ലാവരുമാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി. Thank you. Thank you. ഇനി ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കളിലൊരാൾ, മലയാളത്തിന് ഒട്ടേറെ മികച്ച സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ശ്രീ ഗോകുലം ഗോപാലൻ സാറിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഈ പടത്തിൻ്റെ വീഡിയോ ചിത്രത്തിൽ വരാനും നിങ്ങളുടെ വർത്തമാനം ചെയ്യാൻ കഴിഞ്ഞത്. ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരാളാണ്, വലിയ സ്നേഹമുള്ള ആളാണ്. ഇത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹവുമായിട്ടുള്ള ഇടപാടുകൾ ഒരു സിനിമ ചെയ്യണമെന്ന് വന്ന ആളാണ്. പക്ഷേ ഏതോ കാലത്ത് അതെല്ലാം തള്ളിപ്പോയി. അതിൻ്റെ അവസരം ഇപ്പോൾ വന്നത് ഉണ്ണികൃഷ്ണൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് സമ്മതിച്ചു. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം, ഇതിന് മിടുക്കനായൊരു
നല്ലൊരു സംവിധായകൻ. പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചു ഇത്തിരി സമാധാനപരമായ ഒരു പ്രൊഡ്യൂസർ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം അത്ര ഒരു ഇവിടുത്തെ ആക്ടേഴ്സിൽ നിന്ന് എന്നെ അറിയാൻ പറ്റാത്ത ഒരവസ്ഥ ആ രീതിയിൽ ഉണ്ണികൃഷ്ണൻ നടത്തിയിട്ടുള്ളത് വളരെ സന്തോഷം. കാരണം അത് വിളിക്കുന്നത് കാരണം ഫെബ്കാനെ പോലത്തെ ഇത്രയും നല്ല ഒരു സംഘടനയുടെ സെക്രട്ടറി ഇത്ര കൊല്ലം അത് ചെയ്ത് നല്ല നല്ല പേരെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അതാണ് വിളിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് മനസ്സിലാകും. മാത്രമല്ല അദ്ദേഹത്തെ പരിചയപ്പെട്ട മോഹൻലാലിന്റെ പേരും പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ബന്ധുവാണ്. അങ്ങനെ ആദ്യം നിങ്ങൾ പരിചയപ്പെടും. അപ്പം തന്നെ അദ്ദേഹത്തോട് ബഹുമാനമൊക്കെ ഉണ്ടായി. പിന്നെ ഓരോ പ്രവർത്തനത്തിലും ഫെബ്കാനെ ക്ഷണിച്ചപ്പോഴും ഭാരതത്തിന്റെ എല്ലാ കാര്യത്തിലും എനിക്ക് ഒരു ബഹുമാനമാണ്. തീർച്ചയായും ഞങ്ങളായിട്ടുള്ള ഒരു കൂട്ട് ഇത് തീർച്ചയായും നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ മോഹൻലാൽ സാർ അതെന്തൊരു ശക്തിയാണ്. നമുക്ക് മനുഷ്യകൾക്ക് പെടാൻ പറ്റില്ല. സൂര്യഭഗവാൻ പോലെ അതിന് ചെലവാണ്. കാരണം അതങ്ങനെയാണ് അതിന്റെ ശക്തി. അതാണ് അതിനെപ്പറ്റി വർണ്ണിച്ചാലൊന്നും ഞാൻ ചെറിയ ആളുകൾ നല്ല രീതിയിൽ വർണ്ണിച്ചു കഴിഞ്ഞാണ് ഞാൻ അതിന്റെ അർത്ഥമില്ല. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10-40 കൊല്ലം മുമ്പേ കണ്ടാസിന് സിനിമ അഭിനയിക്കാൻ ഞാൻ പോയപ്പോൾ ഞാനിങ്ങനെ പുറത്തെല്ലാം ചെന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അഭിനയിച്ച് തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ അന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഫാദറിലും എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ബാലാജി സാർ. അങ്ങനെ അദ്ദേഹത്തിന്റെ സണ്ണിലോ ആണ് എന്നും മാത്രമല്ല മോഹൻലാല് ഒരു വളർന്നു വരുന്ന നല്ലൊരു ഒരു കലാകാരനാവുന്നുള്ളൊരു അന്നത്തെ ആ പ്രവർത്തനത്തിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അങ്ങനെ വളരെ തന്നെ വളരെ അധ്വാനിച്ച് വളരെ സത്യസന്ധമായ രീതിയിൽ നല്ലൊരു സിനിമ സൂര്യനെ പോലെ ജനിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. എന്നും ഈ കലാരംഗത്തിന്റെ സിനിമാ രംഗത്തിന്റെ ഓർമ്മപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ എന്റെ കൂടെ ഒരാളുണ്ട്, ആന്റണി. ഞാൻ പറയുന്നതിനും ഒരു വിഷമം, കാരണം ഞാൻ പ്രായമുള്ളവർ എന്ത് പറഞ്ഞാലും സഹിക്കും. അത് ആനപ്പാപ്പാണ്. ഈ ആനനെ തെളിക്കണമെങ്കിൽ പാപ്പ മാത്രമേ സാധിക്കും, അടുത്താരും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആനപ്പുറമാണ് ആന്റണിയെ പറ്റി ഞാൻ പറയുന്നു. തെറ്റത്തെ ക്ഷമിക്കണം. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം റാണിയും പാപ്പാനുള്ള ഒരു ബന്ധം ഇത് വലിയ ഐക്യമാണ്. ആ ബന്ധം എന്നും നിലനിർത്തട്ടെ. അതിൽ കൂടെ പല കാര്യങ്ങളും ഞാൻ ശ്രമിക്കുകയാണ്. നിവിൻ പോളി അദ്ദേഹം നമ്മുടെ കായംകുളം കൊച്ചിൽ നിന്ന് പടത്തിൽ കൂടി എനിക്ക് നല്ല പേരുണ്ടാക്കി തന്ന ഒരാളാണ്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ കുറെ കാലം കൊണ്ട് പിന്നെ കൂടുതൽ അടുപ്പില്ലെങ്കിലും അടുത്തടുത്ത് ഞങ്ങൾ വന്നപ്പോൾ അവസാനം ഉണ്ണികൃഷ്ണന്റെ പടത്തിൽ അദ്ദേഹം വന്നപ്പോൾ വലിയ സന്തോഷമായി. അതേ നല്ല രീതിയിൽ അതായത് അത്രയും പേരെടുത്ത ഒരാള് ഇത്തിരി നല്ലൊരു കലാകാരൻ ഇതിൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ കായംകുളം കൊച്ചിൽ വിജയിച്ച മാറ്റുന്ന ഇതും ചെയ്തു. അത് എന്ത് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ ബാലചന്ദ്രൻ വരാത്തതിന്റെ വലിയ സങ്കടമുണ്ട്. കാരണം അദ്ദേഹത്തെ ആഗമനം വലിയ സന്തോഷമുണ്ടായിരുന്നു. 10 കൊല്ലം മുമ്പ് കാലഘട്ടം പോലെ തന്നെ കരുതിയുള്ള ഒരാളാണ് മദ്രാസ്. അദ്ദേഹത്തിന്റെ സുഖമില്ലാതെ ഇരുന്നതിൽ വലിയ സങ്കടമുണ്ട്. എന്നാലും അദ്ദേഹത്തിന്റെ അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്നും അയാൾ വളർത്തേണ്ട ഒരു വ്യക്തിയാണ്. പിന്നെ നമ്മുടെ ഹരിശ്രീ അശോകൻ ഒരു കലാലോകത്തില് അന്നും അശോകൻ ഇങ്ങനെ തന്നെയാണ്, ഇന്നും അദ്ദേഹം മാറ്റങ്ങളില്ല. നല്ല കലാകാരൻ, സമയത്തിനനുസരിച്ച് അഭിനയിക്കാൻ പറ്റുന്ന നല്ലൊരു കലാകാരൻ, നല്ല മകനും നല്ലൊരു കലാകാരനായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ലൊരു കലാലോകത്തിലെ ഒരു ഗുരുനാഥൻ എന്ന പോലെ അദ്ദേഹത്തെ കരുതുന്നത്. പിന്നെ നമ്മുടെ ഗസ്റ്റായി നമ്മുടെ DGP സർ വേറെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ സ്വാഗതം അറിയിക്കുന്നു. പങ്കാളി ഇവിടെ എല്ലാ കലാകാരന്മാരും പേര് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. വളരെ സന്തോഷം. ഈ സിനിമ വിജയിക്കാനും ഇതിനു വേണ്ടി ഇത് എത്രയോ പേര് ജോലി ചെയ്തിട്ടുണ്ട്, നിറയെ ആൾക്കാർ ജോലി ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി.
സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ, മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ. ഒപ്പം അദ്ദേഹത്തിന് ഉപഹാരം സമ്മാനിക്കുന്നതിനായി ശ്രീ ഗോകുലം മൂവീസിന്റെ അമരക്കാരൻ ശ്രീ ഗോകുലം ഗോപാലൻ, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ശ്രീ സിബി മലയിൽ, ഒപ്പം ഈ ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സായ ശ്രീ ഗോകുലം മൂവീസിന്റെ ശ്രീ കൃഷ്ണമൂർത്തി, RD ഇലുമിനേഷൻസിന്റെ മിസ് ദുർഗ ഉണ്ണികൃഷ്ണൻ എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിന് ശേഷമുള്ള ഒരു വേദിയിലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെയും ചേംബറിൻ്റെയും ഒക്കെ ഭാരവാഹികൾ ഒന്ന് വരുന്നത് നന്നായിരിക്കും. ലിവിൻ ഷറഫിനും വേറെ സാറും വരും, വെറുതെ വരും സാർ. ആന്റണി എല്ലാവരും ഒന്ന് ചേർന്ന് നിന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. താങ്ക് യു. ലാൽ സർ ദയവായി തുടരണം വേദിയിൽ നിന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റ് അതിഥികൾ സദസ്സിലേക്ക് ഇരിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. താങ്ക് യു സർ. താങ്ക് യു സർ. അടുത്തതായി ഈ സായ പ്രതിച്ഛായ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട വാക്കുകളിലൊന്നാണ്. ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ജോണറിൽ ഒരു ചിത്രം വരുമ്പോൾ ഇതിനെക്കാട്ടിലും മികച്ച മറ്റൊരു പേരുണ്ടോ എന്ന് സംശയമാണ്. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ലാൽ സാറിന് എന്താണ് ഈ അവസരത്തിൽ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ തന്നെയാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം നമ്മളോട് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്. ഒരു സായാഹ്നം തരുന്നു. ആദ്യം ഈ ട്രെയിലറിനെ കുറിച്ച് പറയാം. വളരെ മനോഹരമായ ഒരു ട്രെയിലർ. ഉണ്ണികൃഷ്ണൻ, കൺഗ്രാജുലേഷൻസ്. ഞാൻ സിനിമയുടെ പേര് പ്രതിച്ഛായ. അങ്ങയുടെ പ്രതിച്ഛായക്ക് ഒരു മങ്ങലും ഈ സിനിമയിലൂടെ ഉണ്ടാവില്ല, പഠിക്കുന്ന അത്രയും മനോഹരമാണ്. കാരണം ഈ സിനിമയുടെ കുറിച്ച് ഉണ്ണികൃഷ്ണൻ പല പ്രാവശ്യം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഒരുപാട് പേരെ അദ്ദേഹം ആലോചിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ സിനിമ ആയതുകൊണ്ടായിരിക്കാം. ഉണ്ണികൃഷ്ണൻ പൊളിറ്റിക്സുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ്. അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. രാഷ്ട്രത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും നല്ല ധാരണയുള്ള ആളാണ്. ആ ധാരണ ഈ സിനിമയിലൂടെ കാണിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉണ്ണികൃഷ്ണൻ 5 സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. 5 സിനിമകളും എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ആൻ ആക്ടർ വളരെയധികം സന്തോഷം പകർന്ന സിനിമകളാണ്. പിന്നെ ആ സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ. നന്നായിട്ട് സിനിമ എടുക്കുന്ന ആളാണ്. മറ്റുള്ളവർ മോശക്കാരെന്നല്ല അതിനർത്ഥം. സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ഉണ്ണികൃഷ്ണൻ ഞാനുമായിട്ട് ചെയ്തിരിക്കുന്ന കൂടുതൽ പോലീസ് സ്റ്റോറീസാണ്. 2-3 ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അത്തരം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് മാത്രം മനസ്സിലാകുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ഇമോഷൻസ്, അവർക്കൊരു പ്രത്യേക മാനസിക അവസ്ഥയുള്ള ആൾക്കാരാണ്. ഞാനിപ്പോൾ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ മാനസിക വികാരങ്ങളുള്ള ആൾക്കാരാണ് പോലീസ് ഓഫീസേഴ്സ്. അവരുടെ അത്രയും ഡീപ്പായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ ടിക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ.
പക്ഷെ ബാലചന്ദ്രൻ മേനോൻ അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തെ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ട് എൻ്റെ തുടക്കകാലത്ത് കേൾക്കാത്ത ശബ്ദം, കളിയകരെ, അതുപോലെ വേറെ 3 സിനിമകൾ വീടുണ്ട്. അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ഈ സിനിമ ചെയ്തു എന്ന് ഉണ്ണികൃഷ്ണൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ സിനിമയുടെ സെൻട്രൽ ക്യാരക്ടർ, അത് അതിശക്തനായ ഒരു പെർഫോമർക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ആരെയാണ് അതിലേക്ക് കൊണ്ട് പോകേണ്ടതെന്ന് ആലോചിച്ചിട്ട് അവസാനം ഉണ്ണികൃഷ്ണനോട് ചോദിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അത് വളരെ നന്നായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ 2 ഷോട്ടുകൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. എന്തായാലും ഇതൊരു വലിയ വിജയമായി മാറട്ടെ. ഒന്നാമത് വളരെ പ്രസക്തമാണ് ഈ സിനിമ. ഈ ഒരു അവസരത്തിൽ ഒരിക്കൽ ഒരു സിനിമ വന്നിട്ട് കുറേ നാളായി. ഉണ്ണികൃഷ്ണൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. എൻ്റെ കഥയെക്കുറിച്ച് ധാരണയുണ്ട്. പക്ഷെ അതെങ്ങനെ ചിത്രീകരിച്ചു, അതെങ്ങനെ ജനങ്ങളിലേക്ക് അതെങ്ങനെ എത്തിക്കും എന്നെനിക്കറിയില്ല. പക്ഷെ കണ്ടതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ബ്രില്യൻ ഫിലിമാണ്. ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും, പുതുതായിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു. അവരെല്ലാം ഓഡീഷൻ നടത്തി എടുത്തതാണെന്ന് പറഞ്ഞു. കാര്യം അത്രയും ഇമ്പോർട്ടൻറ്റ് റോളുകളായിരിക്കാം, അല്ലെങ്കിൽ അത്രയും എന്താ പറയുക, ഉണ്ണികൃഷ്ണൻ ഏറ്റവും വളരെ ഒരു ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ചാണ് ഒരു കാസ്റ്റിംഗ് നടത്തിയതെന്നും ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കൽ കൂടെ ഗോപാലൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ, നല്ല സിനിമകൾ ഉണ്ണികൃഷ്ണനുമായിട്ട് ചേർത്ത് ചെയ്യാൻ സാധിക്കട്ടെ. അതിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ. എന്തായാലും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേർന്നുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രതീക്ഷായ അമേസിംഗ്. താങ്ക് യു. Thank you, sir. Thank you. പ്രതിച്ഛായ വളരെ പ്രതീക്ഷയോടുകൂടി ഉണ്ണി ചെയ്യുന്ന സിനിമയാണ്. ഈ സിനിമയുടെ പല ഘട്ടങ്ങളിലും അദ്ദേഹം വലിയ പ്രതീക്ഷ ഈ സിനിമയെക്കുറിച്ച് നമ്മളോട് പങ്കുവെക്കാറുണ്ടായിരുന്നു. എനിക്കത് ഉണ്ണി ഇത്രമാത്രം എഫേർട്ട് എടുത്ത് ഇത്ര നീണ്ട ദിവസങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു സിനിമ ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്തിട്ടില്ല. ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയായി മാറും എന്നൊരു ഉറപ്പ് എനിക്കുണ്ട്, ബോധ്യമുണ്ട്. അതങ്ങനെ സംഭവിക്കട്ടെ. പ്രതിച്ഛായയ്ക്ക് എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റ് ശ്രീ അനിൽ തോമസിനെ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ഉണ്ണികൃഷ്ണൻ്റെ പ്രതിച്ഛായ, ഈ ടൈറ്റിൽ എന്താണെന്ന് വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കുകയല്ല. കാരണം വെച്ചാൽ സാധാരണഗതിയിൽ ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഒരു ടൈറ്റിൽ പിന്നീട് ലോഞ്ച് ചെയ്യപ്പെടുക. പക്ഷേ ഉണ്ണി അത് ഒളിച്ചു വെച്ചിട്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ ഇവിടെ ആ ടൈറ്റിൽ ലോഞ്ച് ചെയ്തു. ഈ സിനിമ പറയുന്നത് രാഷ്ട്രീയമാണ്. ഒരുപാട് രാഷ്ട്രീയ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. സിനിമയ്ക്കുള്ളിലെ രാഷ്ട്രീയം. പക്ഷേ രാഷ്ട്രീയത്തിലെ സിനിമ എന്ന് പറയുന്നത്, ഞാൻ ആ ഒരു വാക്ക് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം എന്ന് വെച്ചാൽ, മലയാള സിനിമയുടെ ഇക്കാലത്തെയും വലിയ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ, ഇന്ന് മലയാള സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടന്റ് എത്തിച്ചു തരുന്നത് ഗോപാലേട്ടൻ, ആന്റണി, ഒട്ടനവധി നിർമ്മാതാക്കൾ കൂടിയുണ്ട്. നമ്മളുടെ മലയാള സിനിമ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏത് വ്യവസായത്തിൽ പോലെ ഏറ്റവും കൂടുതൽ ടാക്സ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ്. സിൻ ടാക്സ് എന്ന് പറയുന്ന ടൊബാക്കോയും ഗ്യാംബ്ലിങ്ങും ഒക്കെ 40% ആവുമ്പോൾ മലയാള സിനിമ ഇന്ന് ടാക്സ് ചെയ്യപ്പെടുന്നത് 48%. അപ്പോൾ അതിൻ്റെ എല്ലാം ചർച്ചകൾ ഇപ്പോൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സിനിമയുമായിട്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ വരുന്നു. ലാലേട്ടൻ പറഞ്ഞ പോലെ ശ്രീ ഉണ്ണികൃഷ്ണന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം ഇതിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത് രാഷ്ട്രീയം എന്താണെന്ന് അറിയത്തില്ല. ഒരു ഇലക്ഷൻ കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മലയാള സിനിമയ്ക്ക് ഇന്ന് ചുമത്തപ്പെട്ടിട്ടുള്ള ഈ അതിഭീകരമായ ഒരു ടാക്സേഷൻ സമ്പ്രദായത്തിന് ഒരു ഇളവ് കൂടെ
ലഭിക്കും എന്ന് തന്നെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. പ്രതിച്ഛായക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റും സെക്രട്ടറിയും നമ്മളോടൊപ്പമുണ്ട്. ഇരുവരെയും ഒരുമിച്ച് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രസിഡന്റ് ശ്രീ ബി രാകേഷ്, സെക്രട്ടറി ശ്രീ ലിസ്റ്റിൻ സ്റ്റീഫൻ. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണന്റെ പുതിയ ചിത്രമായ പ്രതിച്ഛായക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിയുടെ ഏറ്റവും പുതിയ സിനിമയെ പ്രതിച്ഛായ നിവിൻ അഭിനയിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ള ഈ ഒരു സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ചെറുപ്പത്തിലാണ് ആൾക്കാർ കൂടുതൽ റിസ്ക് ഒക്കെ എടുക്കുക. ഗോപാലന്റെ കാര്യത്തിൽ പ്രായമായിട്ടാണ് കൂടുതൽ റിസ്കുകൾ എടുക്കുക. ഗോപാലനെ സംബന്ധിച്ച് മലയാള സിനിമയെ ഇന്ന് പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഗോപാലേട്ടൻ. ഒരു നിർണായക സമയത്തിലൂടെ ഇടയ്ക്ക് സിനിമ ഇൻഡസ്ട്രി കടന്നുപോയപ്പോൾ ഗോപാലേട്ടൻ വലിയ കരുത്തായിരുന്നു. വളരെയധികം സന്തോഷം. സാധാരണ ഒരുപാട് ആളുകൾ ഡയറക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിലും അവർക്ക് ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന കാര്യം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഉണ്ണിയേട്ടനെ സംബന്ധിച്ച് പല പല കാര്യങ്ങളെ പല പല ആളുകളെ ബാൻ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വേണം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ടാസ്കുകൾ എടുത്താണ് ഉണ്ണിയേട്ടൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണിയേട്ടന് ഇതൊരു വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കണം. നന്ദി. സാധ്യമല്ല എന്ന് അറിയാമെങ്കിൽ പോലും ഇന്ന് ഇത്തിരി മാന്യത കാണിക്കണം എന്ന് ഞാൻ ലിസ്റ്റിനോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം എത്ര നിയന്ത്രിച്ചാലും അത് വെളിയിൽ വരുന്നത് നമുക്ക് പുറത്തുവിടാം. താങ്ക് യു. ഇനി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് നിർമ്മാതാവ്, ഡിസ്ട്രിബ്യൂട്ടർ, എക്സിബിറ്റർ എന്നുള്ള നിലയിലൊക്കെ നമുക്ക് സുപരിചിതനായിട്ടുള്ള മലയാളത്തിന് ധാരാളം ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മാതാവ്, ഒപ്പം ശ്രീ ബി ഉണ്ണികൃഷ്ണന്റെ വളരെ അടുത്ത സുഹൃത്തുമായ ശ്രീ ആന്റണി പെരുമ്പാവൂരിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. കാര്യം ഉണ്ണിയേട്ടൻ്റെ ഈ സിനിമ എന്നല്ല, ഉണ്ണിയേട്ടൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്നോടും ലാൽ സാറിനോടൊക്കെ എപ്പോഴും ചർച്ച ചെയ്തിട്ടാണ് എല്ലാം ചെയ്യാറ്, മുമ്പോട്ട് യാത്ര ചെയ്തത്. അപ്പോൾ മോഹൻലാൽ സാറും ശരിക്കും ഈ സിനിമയുടെ ഈ 17-ാം തീയതി എന്ന് പറയുന്ന കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ പല പ്രാവശ്യം സംസാരിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ലാൽ സാറിനും എനിക്കും എൻ്റെ കുടുംബത്തിലെ ഒരു മെമ്പർ പോലാണ് ഉണ്ണിയേട്ടൻ. കാര്യം ഞങ്ങളുടെയും യാത്രയിൽ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആ ഉണ്ണിയേട്ടൻ ചെയ്യുന്ന ഈ സിനിമ ഏറ്റവും വലിയ വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സിനിമയാണ്. അതുപോലെ ഗോപാലൻ സാർ, വലിയ സന്തോഷം. കാര്യം എൻ്റെ കൂടെയും ചേർന്ന് സിനിമ ചെയ്തിട്ടുണ്ട്. ഗോപാലൻ സാറ് ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിലേക്ക് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അതിയായ സ്നേഹമുണ്ട്. അതുപോലെ ഞങ്ങളെ ചേർത്ത് നിർത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഉണ്ണിയേട്ടനും ഈ സിനിമയുടെ യാത്രയിൽ പല വിശേഷങ്ങളും പറയുന്ന സമയത്തും ഗോപാലൻ സാറിനെ കുറിച്ച് വളരെ സന്തോഷകരമായി സംസാരിക്കുന്നു. പ്രത്യേകിച്ചും കൃഷ്ണമൂർത്തിയെ കുറിച്ചും ഒരുപാട് സംസാരിക്കാറുണ്ട്. അപ്പോൾ തുടർന്നും ഈ ഒരു കൂട്ടുകെട്ട് ഒരുപാട് സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇനി ഈ സിനിമയിലെ രണ്ട് പ്രധാനപ്പെട്ട നിങ്ങളെയാണ് വേദിയിലേക്ക് ഇനി ക്ഷണിക്കാൻ ബാക്കിയുള്ളത്. രണ്ടുപേരും നാട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്, മലയാള സിനിമയിൽ സ്വന്തമായ ഇടം കണ്ടെത്തിയ രണ്ട് താരങ്ങളാണ്. അതിലാദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചിരിപ്പിച്ചുകൊണ്ടാണ് നമ്മളുടെ ശ്രദ്ധയൊക്കെ അദ്ദേഹം ആദ്യം നേടിയതെങ്കിലും പിന്നീട് എല്ലാത്തരം കഥാപാത്രങ്ങളും തനിക്ക് വഴങ്ങും എന്ന് തെളിയിച്ച നിർമ്മാതാവും നമുക്ക് പ്രിയപ്പെട്ട അഭിനേതാവുമായ ശ്രീ ഷറഫുദ്ദീനെ നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. എല്ലാ ബഹുമാനപ്പെട്ടവർക്കും നമസ്കാരം. ഈ ഏറ്റവും അവസാനത്തേക്ക്
സംസാരിക്കാൻ മയക്ക് തരുമ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ എനിക്ക് അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായും ഇതുപോലൊരു വേദിയിൽ ഇരുന്നിട്ട് ഉണ്ണി സാറിനോട് ഞാൻ ചോദിച്ചതാണ് ഈ സിനിമയിലെ കഥാപാത്രം. അത് ഇതുപോലെ ഉണ്ണി സാറിന്റെ തൊട്ടടുത്തിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, സാർ അടുത്ത പടം നിവിൻ പോളിനെ വെച്ചാണെന്ന് കേട്ടു, എനിക്ക് സാധ്യമായ എന്തെങ്കിലും കഥാപാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നിവിനും ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയ്ക്ക് ശേഷം 10 വർഷമായി ഒരുമിച്ച് സിനിമ ചെയ്തിട്ട്. അപ്പോ അങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെയധികം നന്ദി സർ. ബാക്കിയെല്ലാം സിനിമയിലുണ്ടാവും. വേറെ ഒന്നും സംസാരിക്കാനില്ല. തീർച്ചയായും ലാലേട്ടനൊക്കെ ഉള്ള ഒരു വേദിയാണ്. അത്രയും ധൈര്യമായിട്ട് സംസാരിക്കാനില്ല. ഗോകുലൻ സാർ, താങ്ക് യു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഷറഫുദ്ദീൻ. വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മൾ സിനിമയിൽ തന്നെ കേട്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണെന്ന്. അപ്പൊ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ നിവിൻ പോളിയെ നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാളത്തെ ചർച്ചയ്ക്ക് ശേഷം, ഒരുപാട് മീറ്റിങ്ങുകൾക്ക് ശേഷം നമ്മൾ എടുത്തൊരു തീരുമാനമാണ് ഈ സിനിമ ചെയ്യാന്നുള്ളത്. ഉണ്ണിച്ചേട്ടനായിട്ട് ഇതൊരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ പറയുന്ന ഒരു സിനിമയാണെന്ന് നിങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. എനിക്ക് കഥ കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ അട്രാക്ട് ചെയ്യുന്ന ആ റിലേഷൻഷിപ്പാണ്. അച്ഛന് വേണ്ടി നിൽക്കുന്ന ഒരു മകനും മകനെ കംപ്ലീറ്റ് സപ്പോർട്ടായി നിൽക്കുന്ന ഒരു അച്ഛൻ്റെയും ഭയങ്കര രസകരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇതിൻ്റെ അകത്തുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉണ്ണിച്ചേട്ടൻ അത് എഴുതിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഓരോ റിലേഷൻഷിപ്സും ഭയങ്കര രസകരമായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ സിനിമ ചെയ്തിട്ട് ഒരുപാട് നാളായെങ്കിലും ഇതൊരു ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഇത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഗോപാലൻ സാറിന് ഒരുപാട് സന്തോഷം. കൊച്ചുള്ളി കഴിഞ്ഞിട്ട് ഒരു സിനിമ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലാലേട്ട, താങ്ക് യു. ഇന്ന് വന്നതിലും ട്രെയിലർ ലോഞ്ച് ചെയ്തതിലും എല്ലാം ഒരുപാട് നന്ദി. കൂടെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്. എല്ലാവരും ഈ സമയം ഓർക്കുകയാണ്. സിനിമ ചെയ്ത സമയത്ത് ഞാൻ ഓരോ സീൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു. ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെയാണ് ഉണ്ണിച്ചേട്ടൻ ഈ പടം ചെയ്തിരിക്കുന്നത്. ടെക്നിക്കൽ ക്വാളിറ്റി ആണെങ്കിലും ഓരോ സീനിന്റെ പെർഫോമൻസ് എടുക്കുന്ന കാര്യത്തിനാണെങ്കിലും സമയമെടുത്ത് ഓരോ സീനും നന്നാവണമെന്ന് ആഗ്രഹിച്ച്, അതായത് ശരിക്കും ഉള്ളിൽ നിന്ന് ആഗ്രഹിച്ച് ആണ് ഓരോ സീനും നമ്മൾ ഷൂട്ട് ചെയ്ത് പോയിട്ടുള്ളൂ. സമയം എടുത്തിട്ടുണ്ടെങ്കിലും അതിനെടുത്തിട്ടുള്ള എഫേർട്ട് വളരെ വലുതാണ് ഉണ്ണിച്ചേട്ടൻ്റെ. ഈ ടെക്നിക്കൽ സൈഡിൽ നിന്ന അല്ലെങ്കിൽ AD സൈഡിൽ നിന്നിട്ടുള്ള എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ നേരത്തെ ഷറഫ് പറഞ്ഞാൽ കുറെ നാൾക്ക് ശേഷമാണ് ഒരുമിച്ച് പടം ചെയ്യുന്നത്. കൂട്ടുകാരാണ്, ഒരുമിച്ച് സിനിമയിൽ വന്നവരാണ്. ഒരു നായകനും വില്ലനും ആയിട്ട് ചെയ്യുന്ന സമയങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ എങ്ങനെയോ ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട് പടത്തില്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഒരു സോൾഫുൾ ആയിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ റൈറ്റിംഗ് ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മനോഹരമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടന്റെ നേതൃത്വത്തിൽ കംപ്ലീറ്റ് ടെക്നിക്കൽ ടീമും ആക്ടേഴ്സും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു എഫേർട്ടാണ്. പ്രേക്ഷകർക്ക് ഇത് കണക്ട് ആവുമെന്നും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തിയേറ്ററിൽ പടം കാണണം. താങ്ക് യു. അടുത്തതായി ഈ സിനിമയുടെ അമരക്കാരൻ. നമസ്കാരം. ഞാൻ 14 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു സിനിമ 100 ദിവസത്തിൽ കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത്. അത് പ്രതിച്ഛായ എന്ന ഈ സിനിമയാണ്. 6000-7000 പേര് വരെ പങ്കെടുത്ത സീക്വൻസുകൾ ഇതിലുണ്ടായിരുന്നു. ഒട്ടനവധി ലൊക്കേഷനുകൾ ഉണ്ടായിരുന്നു. പല ലൊക്കേഷനിൽ വളരെ വൈഷമ്യം പിടിച്ച ലൊക്കേഷനുകളായിരുന്നു. അപ്പോൾ ആ സിനിമ പൂർത്തിയായി ഇപ്പോൾ ഇത് ലോഞ്ച് ചെയ്യുന്ന ഈ വേളയിൽ എനിക്ക് എൻ്റെ കൂടെ പ്രവർത്തിച്ചവരെ ഈ വേദിയിലേക്ക് വിളിക്കണം. എൻ്റെ ഡയറക്ഷൻ ടീം മുഴുവൻ ഈ വേദിയിലേക്ക് വരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ചന്ദ്രു,
Chandru, editor Manoj, music director composer Justin Varghese, sound designers Siddharth and Shankaran, sound mixing Vishnu Sujadan, colorist Sri Kuarya, production controller Aruma Mohan, production designer Shaji Naduvil, art director Aji, finance controller Anil, makeup Ronex പോയോ എന്ന് സംശയമുണ്ട്. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പോകുന്നു. കോസ്റ്റ്യൂം ചെയ്ത സിജി, ഡിസൈൻ ചെയ്യുന്ന യെല്ലോ ടൂത്ത് വിമൽ, ഈ സിനിമയുടെ PR ആയിട്ടുള്ള സതീഷ്, ഫോക്കസ് പുള്ളർ സുജീഷ്, അദ്ദേഹം ഏതോ വർക്കിലാണ്, VFX ചെയ്യുന്ന അശ്വിൻ, ഇതിൻ്റെ ഒരു AI റിലീസ് ചെയ്ത അജ്മൽ, പിന്നീട് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച നിരവധി തൊഴിലാളികളുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം വിളമ്പിയ പ്രൊഡക്ഷൻ അസിസ്റ്റൻസ് യൂണിയൻ ഉണ്ട്. അവരുടെ പ്രതിനിധി രാജേഷ്, ഡ്രൈവേഴ്സിനെ പ്രതിനിധീകരിച്ച് അനിൽ, ജീപ്പ് ഓപ്പറേറ്റർ ആയിട്ടുള്ള സൂരജ്, ഹാൻഡർ ഓപ്പറേറ്റർ രാജേഷ്, യൂണിറ്റിൽ നിന്ന് ദിലീപ്, ക്യാമറയിൽ നിന്ന് അനൂപ്, ആർട്ട് അസിസ്റ്റന്റ് ദീപു, മേക്കപ്പ് അസിസ്റ്റ് ചെയ്ത വിഷ്ണു, കോസ്റ്റ്യൂം രജനി, ഹെയർ സ്റ്റൈലിസ്റ്റ് ഷബ്ന, സ്റ്റിൽ ചെയ്ത അമൽ, DOPയുടെ അസോസിയേറ്റ് ലോകേഷ്, മേക്കിംഗ് വീഡിയോ ചെയ്ത വിഷ്ണു, സ്പോട്ട് എഡിറ്റ് ചെയ്ത മനു, ലൊക്കേഷനിൽ സൗണ്ട് ചെയ്ത മിഥുൻ, മാനേജേഴ്സ് ആയിട്ടുള്ള രാജു അരോമ, ഹംസീർ പ്രസാദ്. ഇവരോടൊപ്പം എനിക്ക് ഇതിനകത്തൊരു ക്രിയേറ്റീവ് ടീം ഉണ്ടായിരുന്നു. അത് ഷാരിസ് മുഹമ്മദ്, ഷാരിസിന് വരാം, ദേവദത്ത് ഷാജി, മുഹമ്മദ് ഷാഫി ആൻഡ് സ്റ്റെഫി സേവിയർ. കാസ്റ്റിംഗ് ഡയറക്ടർ വിവേക് അനിരുദ്ധ്, ഞാൻ വിളിക്കാൻ മറന്നുപോയി, വിവേക് കൂടി പറയാം. വിവേകില്ലേ? ഞാൻ ഇത്രയും ആളുകളെ ഇവിടെ വിളിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ഈ സിനിമ എത്രത്തോളം പണിപ്പെട്ടാണ് ഷൂട്ട് ചെയ്തതെന്ന് ഇതിനു മുമ്പ് സംസാരിച്ച പലരും പറഞ്ഞു. അവരെല്ലാം എൻ്റെ പേരാണ് പറഞ്ഞത്. പക്ഷെ ഈ സിനിമ എൻ്റെതല്ല, ഇവരുടേത്. ഇവരില്ലെങ്കിൽ സംവിധായകനില്ല, നിവിൻ പോളി ഇല്ല, ഷറഫുദ്ദീൻ ഇല്ല, ബാലചന്ദ്രമേനോനില്ല, ആരുമില്ല എന്നുള്ളതാണ് സത്യം. അത് ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റ് ആയതുകൊണ്ട് പറയുന്നതല്ല. മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച സംവിധായകൻ എന്ന് ഞാൻ വിശ്വസിക്കുന്ന KG ജോസ് സാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തനതായ ശൈലിയിൽ എന്നോട് പറഞ്ഞു, ഒരു സംവിധായകൻ ചെയ്യേണ്ടത് യു ഷുഡ് നോ ഹൗ ടു യൂസ് അതേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയാണ് മറ്റുള്ളവരെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സംവിധായകനാകാം എന്നാണ്. അപ്പോൾ ഇത്രയും ടാലന്റുകളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് മാത്രമാണ് ഞാൻ. അപ്പോൾ ഈ സിനിമയുടെ കൈവപ്പ് ഇവർക്കുള്ളതാണ്. സാധാരണഗതിയിൽ സിനിമയുടെ ലോഞ്ചില് അങ്ങനെയുള്ള കാര്യങ്ങളുടെ പോസ്റ്ററിലെല്ലാം ഇതിലെ പ്രധാനപ്പെട്ട സാങ്കേതിക പ്രവർത്തകരുടെ പേരാണ്. പക്ഷെ ഇവിടെ ഒരിക്കലും ലൈം ലൈറ്റിൽ വരാത്ത സിനിമയിൽ പണിയെടുക്കുന്നവരുടെ പ്രതിനിധികൾ ഉണ്ട്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് പേർ ചേർന്നാണ് മലയാള സിനിമ മുമ്പോട്ട് പോകുന്നത് എന്ന് നമ്മൾ ഞാൻ ഒരിക്കൽ ശ്രീ കമൽഹാസൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് വാഹിനി സ്റ്റുഡിയോ, AVM സ്റ്റുഡിയോ തുടങ്ങിയ സ്റ്റുഡിയോകളിൽ തമിഴ്നാട്ടിലെ വേനലിൽ ചുട്ടുവിടുന്ന AC ഫ്ലോറില്ല, അത് ഷൂട്ട് ചെയ്യുമ്പോൾ ആസ്പെക്ടോ ഷീറ്റാണ് മുകളിലിട്ടിരിക്കുന്നത്. മുകളിൽ ലൈറ്റ് ഹോൾഡ് ചെയ്ത് ഔട്ട്ഡോർ വർക്കേഴ്സ് ഉണ്ടാവും. ആസ്പെക്ടോസിന് താഴെയാണ് ഇരിക്കുന്നത്. പിന്നെ ലൈറ്റിന്റെ ചൂട്, അവര് കുടുകൂടാ വിയർത്തൊഴുകും.
താഴെ ഷോട്ടിൽ നിൽക്കുന്ന എൻ്റെ ദേഹത്ത് അവരുടെ വിയർപ്പ് തുള്ളികൾ വീഴും എന്നാണ് കമൽഹാസൻ പറഞ്ഞത്. തൊഴിലാളികളുടെ വിയർപ്പിന്റെ ഉപ്പ് വീണാണ് ഓരോ താരവും ഉണ്ടാകുന്നത് എന്നതാണ് സത്യം. അത് ഈ വേദിയിൽ മലയാള സിനിമയിലെ എക്കാലത്തെയും ഏറ്റവും വലിയ താരവും നടനുമായ ശ്രീ മോഹൻലാൽ സാറിന് മുമ്പിൽ വെച്ച് തന്നെ പറയാൻ ഈ വേദി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ കേട്ടോ, അങ്ങനെയുള്ള നിന്ന് പോയി. 2019 ഞാൻ ഈ സിനിമയുമായിട്ടുള്ള യാത്ര തുടങ്ങിയത്. ഞാൻ ഷാരിസിനെ ഇവിടെ നിർത്താൻ കാരണം 2019 ഷാരിസ് എൻ്റെ അടുത്ത് വന്ന് ഒരു കഥ പറഞ്ഞു. 2019 ഷാരിസ് എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം കഴിഞ്ഞ് ഷാരിസിനോട് പറഞ്ഞത്, ഈ കഥയിലെ ഒരു പർട്ടിക്കുലർ മുഹൂർത്തം എന്നെ വല്ലാതെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഷാരിസിന്റെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഷാരിസിനോട് ചോദിച്ചു, ഇത് ഞാൻ എഴുതിക്കോട്ടെ. അയാൾ ഏറ്റവും ഭംഗിയായി സ്ക്രിപ്റ്റ് എഴുതുന്ന മലയാളത്തിലെ എണ്ണം പറഞ്ഞ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കഥ, ആ ഒരു മുഹൂർത്തം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു അനുവാദം ചോദിച്ചു, ഞാനിത് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം അത് സമ്മതിച്ചു. ഞാൻ ആ തിരക്കഥ എഴുതി അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾ തന്നെ എഴുതിയാൽ മതി എന്നുള്ളത്. 2019 ഞാൻ തുടങ്ങിയ യാത്ര ഞാൻ പല വഴികളിലൂടെ പോയി. അത് ഒരുപക്ഷെ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം ഞാൻ പറയുന്നതാണ് നല്ലത്. ആ വഴികളിൽ ഒരു വഴി നിവിന്റെ വീട്ടിലേക്കുള്ള വഴിയായിരുന്നു. പക്ഷേ ഈ നിവിനൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ വലിയ പാടുള്ള ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കുറേ സംസാരങ്ങൾ നടന്നു. പിന്നെ ഞാൻ വേറെ സിനിമകളിലേക്ക് പോയി. പിന്നീട് ഞാൻ ഈ സിനിമയിലേക്ക് തിരിച്ചു പോകാം. അതിൽ ലിസ്റ്റിന് വലിയൊരു റോളുണ്ട്. അതൊക്കെ നമുക്ക് സിനിമയ്ക്ക് ശേഷം പറയാം. ലിസ്റ്റിന് അതൊക്കെ ഇവിടെ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും അവസാനം ആ സിനിമ സംഭവിക്കാൻ കാരണം ഞാൻ നിവിനെ ഫോൺ ചെയ്തിട്ട് ഞാൻ നിവിനോട് ചോദിച്ചു, നമുക്ക് ഉടനെ ഈ സിനിമ ചെയ്താൽ. നിവിൻ പറഞ്ഞു, നമുക്ക് ആ സിനിമ ചെയ്യാം. 2019 തുടങ്ങിയ ഇതിന്റെ തിരക്കഥ അനവധി ഡ്രാഫ്റ്റുകളിലൂടെ ഇന്നത്തെ തിരക്കഥയായി മാറുകയാണ് ചെയ്തത്. 2019 എഴുതിയ തിരക്കഥയായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെയാണ് നിവിനിലേക്ക് ഇത് എത്തുന്നത്. അപ്പോൾ ഞാൻ ഏപ്രിൽ കണക്ക് കൂട്ടിയപ്പോൾ അതിഭീമമായ ഒരു ബഡ്ജറ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ എന്തു വന്നാലും ഈ സിനിമ അതിൻ്റെ വിധി എന്തായാലും അതിൽ പകുതി എനിക്ക് വേണം, ലാഭമായാലും നഷ്ടമായാലും എന്ന് ഞാൻ തീരുമാനിച്ചു. ബാക്കി പകുതി ആരോട് പറയും എന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെ പറയുമ്പോൾ ഞാൻ വലിയ ദൈവവിശ്വാസിയല്ല. പക്ഷേ ദൈവവിശ്വാസികൾ പറയുമല്ലോ, ഓടക്കുടലുമായിട്ട് ഉണ്ണികൃഷ്ണൻ നിൽക്കും എന്ന് പറയുന്നത് പോലെ ഓടക്കുടലാണ് ശ്രീ ഗോപാലൻ സാറിന്റെ എവിടത്തുള്ളത്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കൃഷ്ണമൂർത്തി വിളിച്ചു, ഗോപാലേട്ടനെ വിളിച്ചു. അപ്പൊ ഗോപാലേട്ടൻ പറഞ്ഞു, നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ കൃഷ്ണമൂർത്തിയെ കണ്ട് ഇതിന്റെ കഥ പറയാൻ പോയപ്പോ, ഇതിവിടെ പറഞ്ഞില്ലെങ്കിൽ ഒരിടത്തും പറയാൻ പറ്റില്ല. ഗോപാലേട്ടൻ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇതിന്റെ കഥ കേട്ട് കഥ നല്ലതാണ് എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ണികൃഷ്ണന് കൈ തന്നാൽ അത് ശരിയാവില്ല. കഥ കേൾക്കുന്നതെന്ന് ഞാൻ പറയാം, ഇത് ചെയ്യുന്നു ഞാൻ എന്നുള്ളത്. അത് ഗോപാലേട്ടൻ എന്നോട് കാണിച്ച വലിയ സ്നേഹവും വിശ്വാസവുമാണ്. അദ്ദേഹം എന്ന് പറഞ്ഞു, അദ്ദേഹം മനസ്സമാധാനത്തോടു കൂടിയാണ് ഈ സിനിമ പൂർത്തിയാക്കിയത് എന്നുള്ളത്. ഇതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ആരോഗ്യ ചികിത്സാ പദ്ധതിയിലേക്ക് ഫെഫ്കയിലേക്ക് ഓടി ചെല്ലുമ്പോൾ പൈസ വാരിക്കോരി തരുന്ന ഒരാളാണ് ഗോപാലേട്ടൻ. ഗോപാലേട്ടൻ ഇത്രയും ഞാൻ വരും. ഈ ഇതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് കൃഷ്ണമൂർത്തി നോക്കുകയും ചെയ്യും. അപ്പോൾ ഗോപാലേട്ടൻ വളരെ വലിയ സന്തോഷം ഗോപാലേട്ടൻ ഒപ്പം നിന്നതിന്. അതുപോലെ തന്നെ കൃഷ്ണമൂർത്തി എടുത്തു പറയേണ്ട പേരാണ്. എനിക്ക് എപ്പോഴും ഒരു സഹോദര തുല്യനായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് കൃഷ്ണമൂർത്തി. പിന്നെ ഞാൻ ചില പേരുകൾ പറയും. ഒന്ന് ആന്റണി പെരുമ്പാവൂർ, എൻ്റെ സഹോദരനാണ് ആന്റണി പെരുമ്പാവൂർ. ലിസ്റ്റിൻ വേണുകുന്നപ്പള്ളി, എൻ്റെ സുഹൃത്ത്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ഒരാളുണ്ട്. ഈ 3 പേരുടെയും പേര് പറയാം. ഈ 3 പേരും എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് ഈ സിനിമ. ആ 3 പേർക്കും ഞാൻ നന്ദി പറയുന്നു. അവരുടെ വളരെ ടൈംലി ആയിട്ടുള്ള ഹെൽപ്പ് എന്നെ ഈ സിനിമയിൽ കറക്റ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒട്ടനവധി
അനുമതികൾ ഈ സിനിമയ്ക്ക് വേണം. സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് 5000 പേരെ വെച്ച് ഞാൻ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഷൂട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിലും എൻ്റെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് എൻ്റെ അടുത്ത സുഹൃത്തുണ്ട് ജയചന്ദ്രൻ മംഗളത്തില്. ജയചന്ദ്രന് ഞാൻ നന്ദി പറയുന്നു. ബെഹ്റ സാർ എന്തിനും എപ്പോഴും ഒരു ഫോൺ കോളിൽ അവൈലബിൾ ആയിട്ടുള്ള ആളായിരുന്നു. സാറിനും നന്ദി. ഒപ്പം ഇതിൻ്റെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് എൻ്റെ കൂടെ ഷാൻഡസിനോടൊപ്പം വർക്ക് ചെയ്യുന്ന 3 പേരുണ്ട്. ഒന്ന് ദേവദത്ത് ഷാജിയാണ്, മറ്റൊന്ന് മുഹമ്മദ് ഷാഫിയാണ്, മറ്റൊന്ന് സ്റ്റെഫി സേവ്യറാണ്. ഈ 3 പേരാണ്. ദേവദത്ത് ഷാജി ഭീഷ്മപർവം, ധീരൻ തുടങ്ങിയ പടങ്ങളിലൂടെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ മെറ്റൽ പ്രൂവ് ചെയ്ത ആളാണ്. അതുപോലെ മുഹമ്മദ് ഷാഫി കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ ചെയ്താണ്. സ്റ്റെഫി എന്നെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സഹപ്രവർത്തകയല്ല, ഷീസ് ഓൾമോസ്റ്റ് മൈ ഫാമിലി മെമ്പർ. എനിക്ക് എത്രയോ കാലമായിട്ട് അറിയാവുന്ന ആളാണ് സ്റ്റെഫി. സ്റ്റെഫി കോസ്റ്റ്യൂം ഡിസൈനർ മാത്രമല്ല, മികച്ചൊരു സംവിധായികയാണ്. അപ്പൊ ഈ ആളുകളോടെല്ലാം ഞാൻ ഇതിൽ തിരക്കഥ ഇത് ഷൂട്ട് ചെയ്തതിന് മുമ്പ് എല്ലാം പല ആവർത്തി ഇത് വായിച്ചു നോക്കും. അവരോട് ഇത് വായിച്ചു നോക്കാൻ പറയും. ഞാൻ നരേറ്റ് ചെയ്യാറുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. സ്വീകരിക്കാവുന്നത് സ്വീകരിച്ചിട്ടുണ്ട്, തള്ളിക്കളയേണ്ടത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ എഴുത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർ എനിക്ക് ഉടനീളം എൻ്റെ കൂടെ നിന്ന് ഇന്ധനം പകർന്നവരാണ്. അവർക്ക് വലിയ നന്ദിയുണ്ട്. പിന്നെ ഇന്ന് ഈ ട്രെയിലർ ലോഞ്ച് ചെയ്ത പ്രിയപ്പെട്ട മോഹൻലാൽ സാർ, അദ്ദേഹത്തിന് ഇങ്ങനത്തെ വേദിയിലാണ് ഞാൻ സാറിന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഉള്ള സ്നേഹവിനിമയം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അദ്ദേഹവുമായിട്ട് അഗാധമായിട്ടുള്ള വ്യക്തിബന്ധം എനിക്കുണ്ട്. എൻ്റെ ഈ സിനിമയുടെ പല കാര്യങ്ങളും പല ഘട്ടങ്ങളിലും ഞാൻ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ സിനിമ പൂർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഈ സിനിമ ആളുകളിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹമല്ലാതെ മറ്റാരും അത് ചെയ്യാൻ എൻ്റെ മനസ്സിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരക്കുകൾക്കിടയിൽ കൂടി വന്നു. സർ, വലിയ സന്തോഷം. ഇനി പറയേണ്ടത് ഇതിലെ ആക്ടേഴ്സിനെ കുറിച്ചാണ്. ഞാൻ നിവിനെ കുറിച്ച് പറഞ്ഞു. നിവിൻ ആദ്യമായിട്ടാണ് ഞാൻ നിവിനുമായിട്ടൊരു സിനിമ ചെയ്യുന്നത്. നമ്മൾ നിവിൻ വളരെ ലേസി ആയിട്ടാണ് ഒരു സീൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു. പറഞ്ഞു കൊടുക്കുമ്പോഴും ഒക്കെ. എന്നിട്ട് ഞാൻ പോകുമ്പോൾ ഈ മൈക്കുള്ളത് കൊണ്ട് എനിക്ക് പലതും കേൾക്കാമല്ലോ. അപ്പോൾ നിവിൻ പറയും, സാർ അങ്ങനെയൊക്കെ പറയും, നീ ഒന്ന് പ്രോംപ്റ്റ് ചെയ്തേക്ക്. പക്ഷെ ടേക്കിൽ അയാൾക്കൊരു മാജിക് ഉണ്ട്. നമ്മൾ ആരും കരുതാത്ത ഒരു മാജിക് ടേക്ക്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഗ്രേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്നത്. ആ മാജിക്കിന്റെ എപ്പിറ്റൽ എന്ന് പറയുന്നത്, ഗിരിശൃംഗം എന്ന് പറയുന്നത് ശ്രീ മോഹൻലാലാണ്. ഒരിക്കലും ഞാൻ സംവിധാനം ചെയ്ത സിനിമകളുടെ വിഷ്വൽസ് കണ്ടപ്പോൾ, വില്ലനിലെ വിഷ്വൽ കണ്ടപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഐക്കോണിക് ആയിട്ട് ആളുകൾ പറയുന്ന ആ ഷോട്ട് അദ്ദേഹം എങ്ങനെയാണ് ചെയ്തതെന്ന്. ഉടനീളം തമാശ പറഞ്ഞ് ടേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ ഷോട്ട് ചെയ്തിട്ട് അതിൽ അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കാൻ പോലും എനിക്ക് അദ്ദേഹം അവസരം തന്നിട്ടില്ല. ഓടിച്ചെന്നപ്പോൾ കെട്ടിപ്പിടിച്ച് എൻ്റെ ചെവിയിൽ ഒരു തമാശ പറഞ്ഞു. ആ തമാശ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോ അങ്ങനെയുള്ളൊരു മാജിക് അദ്ദേഹത്തിനുണ്ട്. നിവിനും അങ്ങനെ ഒരു സർഗശേഷിയുണ്ട്. ടേക്കിൽ അയാൾക്ക് ഒരു എക്സ്ട്രാ സംതിങ് വരുന്നുണ്ട്. ഞാൻ ധൈര്യപൂർവ്വം പറയുന്നു, നിവിൻ ഹാസ് ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്. അതിന്റെ സിനിമ കാണുന്നത് മനസ്സിലായി. പിന്നെ ഞാൻ നേരത്തെ ബാലേന്ദ്രൻ സാറിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമാണ്. ഷറഫുദ്ദീൻ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, അതാണ് സാർ ആ പടത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടെങ്കിൽ. ഞാൻ ഷറഫിനെ പിറ്റേ ദിവസം വിളിച്ചിട്ട് ഒരു സീക്വൻസ് ആണ് ഞാൻ നരേറ്റ് ചെയ്തത്. ഷറഫ് ഓൾസോ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സും, ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല. ഹരിശ്രീ അശോകൻ എനിക്ക് കാണാം. മൈ ഓൾ ടൈം ഫേവറേറ്റ് സായി കുമാർ അവിടെയുണ്ട്. അപ്പോൾ എനിക്ക് രാജശേഖരനാണ് ഞാനുമായിട്ട് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സലിത മാഡവും ഞാനുമായിട്ടും ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നീതു ഓഡീഷനിലൂടെ വന്ന് ഗംഭീരമായിട്ട് റോൾ ചെയ്യുന്ന ആളാണ്. വിജിതയുണ്ട്, മേഘയുണ്ട്, അങ്ങനെ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. എവ്രി ആക്ടർ ഇൻ ദിസ് ഫിലിം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനൊരു വളരെ സ്പെഷ്യൽ താങ്ക്സ് ആൻ അഗസ്റ്റിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആൻഡ്
ഈ കഥ കേൾക്കുകയും ഈ റോള് ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തത് ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു വാല്യൂ അഡീഷൻ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അവർക്ക് നല്ല അലർജി ഉള്ളതാണ്. നമ്മുടെ DOP ഇഷ്ടം പോലെ പുകയിട്ട് അവരുടെ ആസ്മയൊക്കെ വളരെയധികം കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്ത് താങ്ക് യു ഫോർ ബീയിങ് വിത്ത് us. സോ ആക്ടേഴ്സിനോട് എല്ലാവരോടും എനിക്ക് വലിയ കടപ്പാടുണ്ട്. സിനിമയെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ലെറ്റ് ദ സിനിമ സ്പീക്ക് ടു യു. പക്ഷേ ഒരു കാര്യം പറയാം, വലിയ മുതൽ മുടക്കുള്ളൊരു സിനിമയാണ്. അതിൻ്റെ 50% എൻ്റെ ബാധ്യതയാണ്. ഞാൻ നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന സിനിമയാണിത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും നിർണായകമായ സിനിമയാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു പ്രൊപ്പഗൻഡ സിനിമയാണ്. അപ്പോൾ ഇത്രയധികം കോടികൾ കയ്യിൽ നിന്ന് പലരോടും കടം വാങ്ങിച്ച ഒരു പ്രൊപ്പഗൻഡ നടത്താൻ മാത്രം എനിക്ക് കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷിയോടും ബഹുമാനമില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇത് ഒരു പ്രൊപ്പഗൻഡയുമില്ല. തീർച്ചയായിട്ടും സമൂഹത്തിൽ നമ്മൾ കാണുന്ന പല സന്ദർഭങ്ങളും പല ആളുകളുടെ ഷെയ്ഡ്സും വലിയ കഥാപാത്രങ്ങളുണ്ടാവും. പക്ഷെ 100% ഇത് ഫിക്ഷൻ ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ സിനിമയിലൂടെ സംസാരിക്കുന്നുണ്ട്. അതാണ് മോഹൻലാൽ സാർ ഉദ്ദേശിച്ചതെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇന്ന് വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ എന്ന് ഈ സിനിമയിൽ 3 അവസരങ്ങളിൽ പറയുന്നുണ്ട്. നമ്മളെല്ലാം ഇമേജസുകളായി മാറുകയാണ്. നമ്മൾ വ്യക്തിത്വം നഷ്ടപ്പെടുന്നവരാണ്. നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധം സോഷ്യൽ മീഡിയ പറയുമ്പോഴാണ് നമ്മൾ തന്നെ തിരിച്ചറിയുന്നത്. നമുക്ക് ജെനുവിനായിട്ട് മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിലൂടെ ഇമേജ് ക്രിയേഷൻ നടത്തി നമ്മളുടെ അബോധത്തെ കോളനൈസ് ചെയ്യുന്ന അതിഭീകരമായ ഒരു സൈബർ രാഷ്ട്രീയം ഇവിടെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വിഷയം ഒരു ജനപ്രിയ സിനിമയുടെ ഫോർമാറ്റിലൂടെ പറയാൻ ഞാൻ ശ്രമിക്കുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇതിനകത്ത് ഇത് അടിസ്ഥാനപരമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഡ്രാമ, അച്ഛനും മകനും തമ്മിൽ, പങ്കാളികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ഇതിലെ ഓരോ കഥാപാത്രത്തിനും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ലേയേർഡ് ആയിട്ടുള്ള സിനിമ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. എൻ്റെ സാമ്പത്തിക ബാധ്യതയോ എൻ്റെ പരാധീനതയോ എൻ്റെ അധ്വാനമോ ഇവിടെ ഇത്രയും പേർ വന്നു നിന്നവരുടെ അധ്വാനമോ ഒന്നും കാണികൾക്ക് വിഷയമല്ല. കാണികൾക്ക് അതൊന്നും ഒരു ബാധ്യതയുമില്ല. പലരും പറയാറുണ്ട്, ഇത്രയും ആളുകളുടെ അധ്വാനമില്ലേ, നിങ്ങളിങ്ങനെ ഇതിനെ വിമർശിക്കരുത് എന്നുള്ളത്. കാണിയെ സംബന്ധിച്ചിടത്തോളം 2.5 മണിക്കൂർ എന്നെ ഒരു സിനിമ രസിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ മുമ്പിൽ. അതുകൊണ്ട് എൻ്റെ ഈ സിനിമയെ ഉപാധികളില്ലാതെ ഞാൻ കാണികളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് തീരുമാനം, ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നത് നിങ്ങളുടെ തീരുമാനമാണ് ഈ സിനിമയുടെ സ്വീകാര്യത എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുന്ന ഒരു പേഴ്സണൽ നോട്ടിൽ വേണം എന്ന് ഞാൻ കരുതുന്നു. എങ്ങനെയാണ് ശ്രീ മോഹൻലാൽ ആ വാചകം ഉപയോഗിച്ചത് എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഏതോ ഒരു രഹസ്യാത്മകതയാണെന്നത് ഞാൻ കരുതുന്നു. ഞാനിതിലെ എഴുതി വെച്ച ഒരു വാചകം അദ്ദേഹം പറഞ്ഞു, "This cinema is very close to my heart." ഈ സിനിമ എൻ്റെ ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന സിനിമയാണ്. ഈ സിനിമ എന്നെ ആനന്ദിപ്പിച്ച പോലെ എൻ്റെ മറ്റൊരു സിനിമയും എന്നെ ആനന്ദിപ്പിച്ചിട്ടില്ല. ഈ സിനിമ എന്നെ ദുഃഖിപ്പിച്ച പോലെ മറ്റൊരു സിനിമയും എന്നെ ദുഃഖിപ്പിച്ചിട്ടില്ല. ആനന്ദവും ദുഃഖവും ചേരുന്നതാണ് ജീവിതമെങ്കിൽ എൻ്റെ കരിയറിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമ പ്രതിച്ഛായ. ഈ സിനിമ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങൾ സമ്മാനിച്ച സിനിമയാണ്. ഈ സിനിമയ്ക്ക് മുമ്പും ഈ സിനിമയ്ക്ക് ശേഷവുമുള്ള ഞാൻ 2 വ്യക്തിത്വങ്ങളാണ് എന്ന് ഞാൻ കരുതുന്നു. അത് ഒരിക്കലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സിനിമ ഈസ് ഓൾ യുവേഴ്സ്. നിങ്ങൾക്ക് വിധിക്കാം. എന്നോടൊപ്പം സഞ്ചരിക്കുകയാണെങ്കിൽ ഞാൻ നന്ദിയുള്ളവരായിരിക്കും. സ്നേഹം. താങ്ക് യു.